പലപ്പോഴും മഖാമുകളിൽ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ തബറുക്കിന് വേണ്ടി ചാദർ ഇടാൻ വേണ്ടി വരും. ചാദർ പോഷി. ഇവിടെ എന്താ പറയാ? ഖബറിന്റെ മേലെ തുണി ഇടുന്നതിന് എന്താ പറയാ? പട്ട് മൂടുക എന്ന് പറയുന്നത്. പക്ഷെ പട്ടൊന്നും അല്ല. ജാറം മൂടുക എന്ന് പറയും, പട്ട് മൂടുക എന്ന് പറയും. അത് ഹഖീഖത്തിൽ ഹരീർ എന്ന പട്ടൊന്നും അല്ല. പുരുഷന്മാർക്ക് വിരോധിക്കപ്പെട്ട ആ പട്ടല്ല. പട്ടെന്നൊരു പ്രയോഗമാണ്. ഏതായാലും അങ്ങനെ ചാദർ പോശി നടത്തും. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ തബറുക്കിന് വേണ്ടി ചെയ്തു വന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ മസാറുകളിൽ നടക്കും. പക്ഷേ ആ ചാദർ വാങ്ങുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എഴുതിയ ചാദറുകൾ വാങ്ങുന്നത് സൂക്ഷിക്കണം. കാരണം എന്താണ്? ചിലതിൽ യാസീൻ മുഴുവനും പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും, ചിലതിൽ ഖുൽ ശരീഫ് മുഴുവനും പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും, ചിലതിൽ അസ്മാഉൽ ഹുസ്ന പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. അതെല്ലാം ചുരുട്ടിക്കൂട്ടി എവിടെയോ കൊണ്ടുപോയി ഇടും. അങ്ങനെ പല സ്ഥലത്തും വലിച്ചിടാൻ കാരണമാകുന്ന വിധത്തിൽ ഖുർആൻ എഴുതിയത് ചിലപ്പോൾ വുളൂ ഇല്ലാതെ അത് വഹിക്കും, ചിലപ്പോൾ ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ സ്ത്രീകൾ വഹിക്കും. പരിശുദ്ധ ഖുർആനിന് നൽകേണ്ട ഹുർമാത്തുകൾ നൽകാൻ പറ്റാത്ത വിധത്തിൽ ഈ ചാദറുകൾ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് പരിസരത്തുള്ള വ്യാപാരികളെ ബോധവൽക്കരിക്കണം. നിങ്ങൾ കാലിയായ തുണിയാണ് ഇവിടെ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലും അല്ലാതെയുമെല്ലാം ഈ ചാദറുകൾ കൊണ്ടുവന്ന് വലിച്ചു കൂട്ടുമ്പോൾ, അതുപോലെ മഖാമിൽ നിന്നത് നീക്കം ചെയ്യുമ്പോഴെല്ലാം അതിൽ ഖുർആൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഹുർമത്ത് പാലിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ഷിയാക്കളായ ആളുകൾ ഇതിന്റെ കച്ചവടം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് വ്യാപകമായി മാർക്കറ്റ് ചെയ്യുകയോ ചെയ്യുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് മിക്ക ചാദറുകളിലും യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്ന് കാണും. അങ്ങനെ മാത്രം എഴുതിയത് കൊണ്ടുള്ള വിരോധമുള്ളത് കൊണ്ടല്ല. സാധാരണയിൽ ആ സ്റ്റൈല് ഷിയകളുടേതാണ്. അല്ലാതെ ഔലിയാക്കളുടെ നേതാക്കളായ അവരെ തവസ്സുൽ ചെയ്യുന്നതിനോ ഇസ്തിഗാസ ചെയ്യുന്നതിനോ തടസ്സമില്ല. പക്ഷേ ആ സ്ട്രക്ചറും ആ സ്റ്റൈലും അവരുടേതാണ്. നമ്മൾ എല്ലാ സ്വഹാബത്തിനെയും ആദരിക്കുന്നവരാണ്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ. എല്ലാ സ്വഹാബിമാരും നീതിമാന്മാരാണ്. ഷിയകളുടെ വിശ്വാസത്തിൽ ചില സ്വഹാബികൾ നീതിമാന്മാരല്ല. അതുകൊണ്ട് അവർ യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്ന് എഴുതുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയും മാറ്റിവെക്കാൻ വേണ്ടി കൂടിയാണ്. അത്തരം കൾച്ചറുകാരുടെ ചാദറുകൾ നമ്മുടെ മഖാമുകളിൽ വേണ്ട. ഇതുപോലെ നല്ല ഒരു നവജാഗരണം ഇവിടെ നടക്കണം. മഖാമുകളുടെ പരിസരത്ത് പണ്ടുകാലത്തെ സ്വാലിഹീങ്ങൾ നടത്തിയ സ്വലാഹിയത്തുള്ള ചിട്ടകൾ നടക്കണം. ഇപ്പോൾ ചില മഖാമുകളിൽ ചില ലോഹങ്ങളിൽ മനുഷ്യരൂപം കൊത്തിയിട്ട് സമർപ്പിക്കുന്നു. അത് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച രീതിയല്ല. ഈ മഖാമിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില മഖാമുകളിലേക്കൊക്കെ ലോഹങ്ങളിൽ മനുഷ്യരൂപമോ കൈകൂപ്പി നിൽക്കുന്ന രൂപമോ ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ പതിച്ചിട്ട് ശരീരവേദന മാറാൻ, രോഗം മാറാൻ എന്ന നീയത്തിൽ അത് വാങ്ങി നേർച്ചയാക്കി കൊടുക്കുന്ന രീതികൾ വരുന്നുണ്ട്. വെള്ളിയിലോ മറ്റോ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. മഖബറയുടെ പരിസരത്ത് നടക്കുന്ന വ്യാപാരങ്ങൾ ശരിയായതാണോ എന്ന് വിലയിരുത്താൻ ഉറൂസ് കമ്മിറ്റിക്ക് കഴിയണം. ഇതൊരു മേളയല്ല.
ഇതൊരു മാമാങ്കമല്ല, ഇതൊരു ഉത്സവമല്ല, ഇത് മഹാന്മാരായ ഔലിയാക്കളുടെ അനുസ്മരണ വാർഷികത്തിന്റെ ഉറൂസാണ്. അത് അതിൻ്റെതായ ചിട്ടയിൽ നടക്കുമ്പോൾ നടത്തുന്നവർക്ക് പുണ്യമുണ്ട്, ചെയ്യുന്നവർക്ക് കൂലിയുണ്ട്. നാട്ടിൽ ഇസ്ലാമികമായ ദഅവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറൂസിന് വേണ്ടി വന്നവരാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഉറൂസ് ആയതുകൊണ്ട് അല്ലാഹു ഹലാലാക്കാത്തത് ഹലാലാണെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല. അല്ലാഹു ഹറാമാക്കിയത് ഹലാലാണെന്ന് പറയാൻ ന്യായമില്ല. അൽ-ഇഖ്തിലാതു ബിർരിജാലി വഇഖ്തിലാതുർ റിജാലി ബിന്നിസാ. സ്ത്രീ പുരുഷന്മാർ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരൽ അടിസ്ഥാനപരമായി ശറഅ് നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അത് ഉറൂസിന്റെ പേരിലാണെങ്കിലും വഅളിന്റെ പേരിലാണെങ്കിലും മാർക്കറ്റിന്റെ പേരിലാണെങ്കിലും സ്ഥാപന വാർഷികത്തിന്റെ പേരിലാണെങ്കിലും ഏതിന്റെ കാര്യത്തിലാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അകലം എത്രയാണോ, ഹിജാബ് എത്രയാണോ അത് പാലിച്ചേ പറ്റൂ. നമ്മുടെ ബാധ്യതയാണത്. ഔലിയാക്കന്മാരുടെ ഹളറത്തുകൾ ഇസ്ലാമിക ചിഹ്നങ്ങളെ ലംഘിക്കാനുള്ള സ്ഥലങ്ങളല്ല, ഇസ്ലാമിക ചിഹ്നങ്ങളെ കൂടുതൽ ഉയർത്തിപ്പിടിക്കാനുള്ള സ്ഥലങ്ങളാണ്. കാരണം വലിയായത് എപ്പോഴാണ്? അല്ലാഹ് എന്ന ചിന്തയിൽ കഴിഞ്ഞപ്പോഴാണ്. നമ്മൾ ഇന്ന് ഔലിയാക്കളുടെ അടുക്കലേക്ക് വരണത് കൂടുതലും എന്തിനാ? നമ്മുടെ ഭൗതികം നേടാൻ. ഔലിയാക്കളാരാ? ഭൗതികം വേണ്ടാന്ന് പറഞ്ഞ് പടച്ചോന്റെ അടുത്ത് കൂടിയോല. ഭൗതികം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടിയവരാണ്. അവര് നാട് വിട്ടു, അവര് വീട് വിട്ടു, അവര് കുടുംബം വിട്ടു, അവര് ആസ്തികൾ അവഗണിച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ട് അവർ വന്നതിലില്ല, അള്ളാഹുവിന് വേണ്ടിയാണ് അവർ വന്നത്. നമ്മൾ ഔലിയാക്കന്മാരുടെ ഹദറത്തിലേക്ക് വരുന്നത് നമ്മുടെ ദുനിയാവിന് വേണ്ടിയാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഔലിയാക്കളെ തവസ്സുൽ ചെയ്യണം, അതെല്ലാം ആകാം. പക്ഷേ ഹമ്മുഹും ഹമ്മുൽ ആഖിറ, ഹമ്മുനാ ഹമ്മുൽ ബത്നി വൽ ഫർജി. ഔലിയാക്കളുടെ വിചാരം, ആലോചന എപ്പോഴും എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെ കുറിച്ചുള്ള വിചാരമാണ്. നമ്മൾ ഇന്ന് എവിടെയാണ്? ഹമ്മുദ്ദുനിയാ, ദുനിയാവിന്റെ ഹമ്മിലാണ്, ഭൗതികമായ വിചാരങ്ങളിലാണ്. നല്ലതുപോലെ കഴിച്ച് രസിക്കണം, ശാരീരികമായ വിനോദങ്ങൾ നടക്കണം. ഈ രൂപത്തിലേക്ക് നമ്മളെ പരിമിതപ്പെടുമ്പോൾ ഒരു വലിയന്റെ ഹളറത്തിൽ വന്നിട്ട് നമ്മളെ മനസ്സിലാക്കണം. കണ്ടില്ലേ മഹാനായ വലിയവറുകൾ ഈ ദുനിയാവിന്റെ ആടയാഭരണങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ആലോചിച്ച് ജീവിച്ചപ്പോൾ അവരെന്നും ജീവിക്കുകയാണ്. അവരുടെ വിലാസം അവസാനിക്കുന്നില്ല, അവരുന്നതന്മാരായി മാറിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വഴിയിൽ സഞ്ചരിക്കാനാണ് നമ്മൾ വന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾക്ക് ആകുലതകളില്ല, അവർക്ക് ബേജാറുകളില്ല. കാരണം അവർ അല്ലാഹുവിലാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അവർ അല്ലാഹുവിനുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും തഖ്വയിൽ ജാഗ്രതയുള്ളവരാകണം. അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി വേണം.